ദീപക് മോഹൻ കൂടിയുണ്ട്. ദീപക്, ബംഗളൂരുവിലെ കെമ്പഗൌഡ എയർപോർട്ടിന് സമീപത്തുള്ള ഹോട്ടലിൽ ഇയാൾ ഒരു ഗ്രേ കാറിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. CCTV ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കേന്ദ്രീകരിച്ച് SIT അന്വേഷണം നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഇയാൾ ഉൾപ്രദേശത്തേക്ക് നീങ്ങി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ എയർപോർട്ട് വഴി പുറത്തേക്ക് കടക്കാനായിരുന്നോ ലക്ഷ്യം? ദീപക്, അരുൺകുമാർ, എയർപോർട്ടിൽ നിന്ന് അരുൺകുമാർ, അതായത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് തന്നെ ഈ എയർപോർട്ട് വഴി പുറത്തേക്ക് രക്ഷപ്പെടുക എന്നുള്ളതൊന്നും സാധ്യമല്ല. പക്ഷേ ഈ തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാഗലൂരിൽ നിന്ന് ബംഗളൂരു നഗരത്തിലേക്ക് എത്തി എന്നുള്ള വിവരത്തിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഈ മേഖലയിലേക്ക് എത്തിയത്. കെമ്പഗൌഡ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെ അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. ബംഗളൂരുവിന്റെ അർബൻ റൂറൽ മേഖലകളിലൊക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല, ബംഗളൂരുവിൽ നിന്ന് ഇത്തരത്തിൽ ഉൾപ്രദേശങ്ങളിലേക്ക്, അതായത് ആന്ധ്രാപ്രദേശിന്റെ അതിർത്തിയുമായുള്ള മേഖലകളിലേക്കും അതുപോലെ തന്നെ ബംഗളൂരിന്റെ ഔട്ടർ മേഖലകളിലേക്കും ഒക്കെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇയാൾ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ പലയിടങ്ങളിൽ ഒളിസ്ഥലങ്ങളിൽ ഒളിവിടങ്ങളിൽ മാറി താമസിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന. അതനുസരിച്ചും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അരുൺ, ഓക്കെ.